എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 66-ന് പുതിയൊരു ട്രിപ്പായിട്ടുണ്ട്. പക്ഷേ ഈ ട്രിപ്പിൽ ആൻറ്റിയമ്മ ഇല്ല, ബാച്ചിലർ ട്രിപ്പാണെന്നാ പറയുന്നത് കേട്ടെ. ആൻറ്റിയമ്മ കുറച്ച് ദിവസം റെസ്റ്റ് ഇല്ല. അച്ഛൻ കിച്ചൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രിപ്പും വളരെ വ്യത്യസ്തമായ ഒരു ട്രിപ്പായത്. കുറെ കുക്കുണ്ട്. കുറെ കുക്കൊന്നുമില്ല, ഒരു കുക്കേ ഉള്ളൂ. 2 കുക്കുണ്ടല്ലോ. ഒന്നാരെ ഒന്നുമില്ല, ഒറ്റ കുക്കേ ഉള്ളൂ. അതെ, വ്യത്യസ്തമായ ഒരു ട്രിപ്പാണ്. മിക്കവാറും ഞങ്ങൾ രണ്ടും കൂടെ ആയിരിക്കും പോകുന്നത്. തീരുമാനമായിട്ടില്ല. അതെ, സാധനം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ മെയിൻ ഡ്രൈവർ വന്നാലേ അറിയത്തുള്ളൂ. അല്ല, ഇതിനകത്ത് ഇനി കുറവുണ്ടോന്നൊക്കെ ഇനി അവിടെ ചെല്ലുമ്പോൾ വഴിക്ക് കുക്ക് ചെയ്യാൻ നേരം നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പെറുക്കിയായിരുന്നു. അപ്പം തൽക്കാലം ഉള്ള സാധനങ്ങൾ വെച്ച് പോവാം. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വഴിക്ക് മേടിക്കാം. അതെ, അടുക്കളയുടെ ചാവി അങ്ങ് തന്നു, താക്കോല് കൈമാറി. നിങ്ങൾ വരുന്നോ? ഞാൻ വരുന്നില്ല. നിങ്ങൾ വരുന്ന പോയിട്ട് വരാം. എനിക്ക് സ്കൂളുണ്ട്. വിളിച്ചാൽ വരും. പിന്നെ അതുകൊണ്ട് വേണ്ട. ഏതാ സ്ഥലം? ഞങ്ങളോ? എങ്ങോട്ടാ പോകുന്നത്? ലോഡ് എങ്ങോട്ടാ കിട്ടുന്നതെന്ന് നോക്കട്ടെ. അതെ, എന്നാൽ പിന്നെ പോയേക്കാം, വണ്ടി എടുത്തു പോയേക്കാം. നമ്മുടെ ലോഡ് കയറ്റേണ്ട പെരുമ്പാവൂരുന്നാ. ഇപ്പോൾ പെരുമ്പാവൂരിന് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇപ്പം അപ്പുറത്തുനിന്ന് നമ്മുടെ മറ്റു വേറൊരു വണ്ടിയിലെ ഡ്രൈവറുണ്ട്, ആളെ വിടാം. അതെ, ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേനും കഴിയില്ല. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുകൂടെ ഒരു വണ്ടിയിൽ പോകുന്നത്. അതെ, ഞങ്ങൾ രണ്ടും മാത്രമായിട്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും. ഒരു വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ ലോറിയിൽ പോകുന്നത്. ലോറിയിൽ. അതെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ അല്ലേ പോകുന്നത്? അതെ, ലോറിയിൽ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2006 അല്ല 2007 ശേഷം അല്ലേ? 2006 വരെ ഒന്നും ഇല്ല. അല്ല 2006 വരെ കാണും. 2004-05 ശേഷം ആയിരിക്കും. 20 വർഷങ്ങൾക്ക് ശേഷം. അപ്പം ജലജയ്ക്ക് കുറച്ച് ദിവസത്തേന് റെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇത് ടൗൺ വരെ പോയത്, ഏറ്റുമാനൂർ വരെ പോയതാണ്. അப்புறம் ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വഴിയിലൊരിക്കൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഡ്രൈവറുടെ ലീവ് ആപ്ലിക്കേഷൻ സാങ്ഷൻ ചെയ്തു. അതെ, അപ്പോൾ ഇത് അത്ര വലിയ ട്രിപ്പൊന്നും അല്ല. ബോംബെക്കാണ്. ബോംബെയിൽ ടൗണിലേക്ക് നമുക്ക് കയറാനും പറ്റിയല്ല, 10 വർഷമായ വണ്ടി ആയതുകൊണ്ട്. ബോംബെ ഔട്ടറിലേക്കാണ്. ചെറിയൊരു ട്രിപ്പ്. വേണമെങ്കിൽ ട്രെയിന് പോകാം. അതെ, ട്രെയിൻ പോകാം. മറ്റേ ഇതിന് റോറോയ്ക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ പൊക്കമുള്ള ലോഡാണെങ്കിൽ പോകാൻ പറ്റിയല്ല. ലോഡ് കയറ്റി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. റോറോയ്ക്ക് പോകണമെന്ന് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുന്ന. അപ്പോഴേ 3 വർഷങ്ങൾക്ക് ശേഷം 66 മെയിൻ ഡ്രൈവറിലാണ് പോവുക. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ആ ലഡാക്ക് പോയിച്ച് വന്നപ്പോൾ ഇവരിങ്ങോട്ട് വന്നപ്പോഴേ കുറച്ചേ ഉള്ളൂ ഞാനില്ലാത്ത. അതെ, അപ്പം എനിക്ക് വളരെ ക്ഷീണമായോണ്ടാ കേട്ടോ. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കാം, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞേക്കാം. 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള യാത്രയിലായിരുന്നു. അപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇല്ലാത്ത. അതെ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ ഇന്നാൾ കുടവ് വരെ പോയതേ ഉള്ളൂ. ഞങ്ങൾ മാത്രമായിട്ട് പോയത്. അപ്പോൾ ഈ ട്രിപ്പ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞങ്ങൾ രണ്ടുകൂടെ പോയിട്ട് വരാം. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ടോ. അതെ, നമ്മുടെ വണ്ടി വേറെ വണ്ടിയും കാണും. ബോംബെക്കല്ലേ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് വേറെ വണ്ടികളും ഉണ്ടാവും വഴിയിലൊക്കെ. അപ്പം ഇനിയിപ്പം കുറേ ട്രിപ്പുകളായിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് തന്നെയല്ലായിരുന്നു, ഒന്ന് മാറ്റി പിടിക്കാം. ഈ ട്രിപ്പ് മംഗലാപുരം വഴിയല്ലേ? അതെ, നല്ല മീനൊക്കെ കിട്ടും. എന്നെ ഓർത്തോണ്ട് മീനൊക്കെ മേടിച്ച് കഴിച്ചോണോ. നല്ല ഫ്രഷ് മീനൊക്കെ കറി വെച്ച് ട്രെയിനിലും പോകാൻ. റോറോയിൽ പോകണമെന്ന് അങ്ങനെ നോക്കാം. ലോഡ് എങ്ങനെയുള്ളതാണെന്ന് നോക്കട്ടെ. റോറോയിൽ കയറാൻ പറ്റുന്ന ലോഡാണെങ്കിൽ വേണേൽ റോറോയിൽ അങ്ങ് പോയേക്കാം. അതാകുമ്പോൾ വണ്ടി ഓടിക്കണല്ലോ. എനിക്ക് റെസ്റ്റ്. പക്ഷേ റെസ്റ്റ് എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് റോറോയിൽ പോക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ പോകാത്തത്. വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ പോകാൻ പറ്റുമോ നോക്കട്ടെ. 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 അതെ, അപ്പോൾ എന്നാൽ പിന്നെ വണ്ടി സമയം പോയി, ലോഡ് കയറ്റാൻ പോട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങളല്ല പോകുന്നത്, വേറെ ആളാണ് പോകുന്നത് ലോഡ് കയറ്റാൻ. വൈകുന്നേരത്തേന് അങ്ങ് ചെല്ലും. ഞാനില്ലാതെ വണ്ടി പോകുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. സാരമില്ല, ചെറിയ ദൂരത്തേക്കല്ലേ ഉള്ളൂ. ഇത് ശ്രീകുമാർ, നമ്മുടെ ഫാമിലി മെമ്പറാണ്. ശ്രീകുമാറിൻ്റെ മോനെ. പേരെന്നാ മോനെ? കൃഷ്ണപ്രസാദ്. പഠിക്കുന്ന +1 ഏറ്റുമാനൂർ. അപ്പോൾ മുമ്പ് വണ്ടി പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നോണ്ടേ അന്നേരം സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു വന്നപ്പോൾ. വണ്ടിയൊക്കെ ഇന്നലെ പോയി ലോഡ് കയറ്റി അവിടെ നിർത്തിയേക്കാം. ഇന്നലെ വൈകിട്ട് പോകണമെന്ന് ഓർത്ത്. പിന്നെ വേറെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തേക്ക് മാറ്റി വെച്ചു. വണ്ടി ലോഡ് കയറ്റിയിട്ടേക്കാം. നമുക്ക് നേരെ പെരുമ്പാവൂരേക്ക് പോവാം. നമുക്ക് എന്നും പറയുന്ന പോലെ നമുക്കെന്നും പറഞ്ഞ അങ്ങോട്ടല്ല. അപ്പം ഞങ്ങള് പോയിട്ട് വരാം. പോയിട്ടോ അല്ല സൂര്യ കൊണ്ടുവിടാൻ വരുന്നുണ്ടോ? ഞങ്ങൾ അപ്പുറത്ത് വരെ വരാം. ഒരാഴ്ച തന്നെ എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചേക്കാം കേട്ടോ.
ആ എല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്യണം. അതെ വരുമ്പോഴത്തേനും വരുമ്പത്തേനും തകർത്തേക്കാം. വരുമ്പോഴത്തേനും എല്ലാം തകർത്തേക്കാന്ന് പറഞ്ഞത്. ഡോറടക്കി വേഗം. ആ നമുക്കിട്ട് വരുന്നുണ്ടോ? ഇല്ല. ലോലായ വരുന്നോ? നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം അല്ലേ താമക്കുട്ടി? ആ എങ്ങനെ ഒത്തിരി നാൾ കൂടി അച്ഛമ്മയുടെ മക്കള് രണ്ടുപേരും കൂടെ വണ്ടിയെ പോന്നെ കേട്ടോ. മെയിൻ ഡ്രൈവർ ആ നിൽക്കുന്നത് അപ്പുറം. മെയിൻ ഡ്രൈവറായിട്ട് സ്ഥാനക്കയറ്റം തന്നു. കൊണ്ടുവിടാൻ വേണ്ടി ഇതേ കുഞ്ഞിക്കണ്ണനും മൊത്തം കൂടെ വരുന്നേ. ആ ആൻറ്റിയമ്മ ഉണ്ട്. ഇവിടെ വരുന്നോ? ഡ്രോൺ മാസ്റ്ററെ ആവശ്യമുണ്ട് ഇപ്രാവശ്യം. പോകുന്ന സ്കൂളിൽ നിന്നോ? സ്കൂളിൽ നിന്ന് തന്നെ ടൂർ പോകുന്ന അതിലും വലിയ ടൂർ നമുക്ക് പോയിരുന്നില്ലെന്ന്. നാളെ ഇവൻ സ്കൂളിൽ നിന്ന് ടൂർ പോവാ. ആണോ? എങ്ങോട്ടാ? ആഹാ മൈസൂർ ഊട്ടിയാണോ? ആ എന്നാ പിന്നെ ബോംബെക്ക് പോയാലോ? കൂട്ടുകാരോടെ പോകുന്ന ഒരു രസമേ. അത് കിട്ടുകയല്ല. എന്നാ നിങ്ങള് ഡ്രൈവർ വണ്ടി ഇടും. അതെ ഞങ്ങളെന്നാ കൊണ്ടുപോയിട്ടിട്ട് വരാം. വരുന്നോ അവിടെ വരെ? കുഞ്ഞുങ്ങളെ കൂട്ടാൻ പോണോ അല്ലേ? എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നീ എല്ലാവരും ഞങ്ങൾ വഴിയിൽ നിന്ന് മേടിച്ചോളാം കുറവുള്ളതൊക്കെ. കണ്ടോ? ആ പൊട്ടുകൂടവും വെച്ചിട്ടില്ല. പൊട്ടുണ്ടാക്കുന്നില്ല. ആ ഈ പ്രാവശ്യം കുക്ക് എന്നാക്കെ ഉണ്ടാക്കോ അതൊക്കെ ഉള്ളൂ. ഈ പ്രാവശ്യം ചിക്കനും മട്ടനും മീൻകറിയും. അത് നോക്കട്ടെ എങ്ങനെയാന്ന്. അപ്പോഴേ ഇവിടെ നമ്മുടെ എബിൻ വന്നിട്ടുണ്ട്. അപ്പോൾ എബിൻ്റെ വണ്ടിക്കാണ് നമ്മൾ പെരുമ്പാവൂരിന് പോകുന്നത്. എബിൻ്റെ വണ്ടിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ നമ്മുടെ സ്റ്റാലിയനായിരിക്കും. സ്റ്റാലിയനല്ല, അത് പണി തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്ന എബിന്. അണ്ടാ അത് പോയി അങ്ങോട്ട് സ്റ്റൗവും പാത്രമൊക്കെ ഇപ്പോഴും സ്റ്റൗ അതൊക്കെ അഡീഷണൽ ഒരു സ്റ്റൗവാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇതൊന്നും സാധാരണ കൊണ്ടുപോകാറില്ല. വേണേ എടുത്താൽ മതി. അല്ല ഇവിടെ വെച്ചോ ഇതിനകത്ത് ഇരുന്നോട്ടെ, ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഇടയ്ക്ക് നിങ്ങൾക്ക് വല്ല കടുങ്കാപ്പിയൊക്കെ തിളപ്പിക്കണം. ഇനി അതേ കഞ്ഞിയും കറിയൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്ക് കടുങ്കാപ്പി കുടിക്കണം തോന്നിയെങ്കിൽ ഇരിക്കട്ടെ. സ്റ്റാലിൻ നമ്മുടെ സ്റ്റാലിനെ എബിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. അതെ. അപ്പോൾ ഞങ്ങൾ അതിലേ ചെന്ന് ഞങ്ങൾ വന്ന് വർക്കൊക്കെ അവിടെ വരെ ആയെന്നൊക്കെ നോക്കിയിട്ട് പോവാം. ടാറ്റയും ഉമ്മയെ കൊടുത്തരും. ഒരു ഉമ്മ ടാറ്റയൊക്കെ കൊടുത്താലും. ഞാൻ വരുന്നുണ്ടോ? അയ്യോ പ്രശ്നമാവോ? അപ്പോഴെന്നാ എല്ലാം പറഞ്ഞ പോലെ ശരി ശരി കേട്ടോ. ചെറുതായിട്ട് പോയിട്ട് വരും. അപ്പൊ ശരി, കുറച്ചു നേരം എബിനെ മെയിൻ ഡ്രൈവർ ആക്കാം. പുതിയ ഡ്രൈവറാ പറഞ്ഞ പോലെ തന്നെ വന്നു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ വന്നു. അപ്പോഴേ നമ്മൾ എബിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. ബാബ്സ് കസ്റ്റം ബെൽറ്റ്. അപ്പോൾ ഇവിടാണ് നമ്മുടെ സ്റ്റാലിയനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. പോയി ഒന്ന് നോക്കാം. ആളവിടെ നിൽപ്പുണ്ടോ? പോയി ഒന്ന് കണ്ട് നോക്കിയിട്ട് വരാം അല്ലേ? അതെ. അപ്പോൾ അതെ നമ്മുടെ ആളെ ഇതുണ്ടോ എല്ലാം അഴിച്ചെടുത്ത് ഉടുക്കാക്കുണ്ടി ആക്കി നിർത്തിയേക്കുക. മൽഗാർഡ് 2 അഴിച്ച്, ബമ്പർ അഴിച്ച്, ഡോർ അഴിച്ചു, അകം എല്ലാം പൊളിച്ചിട്ടുണ്ട്. പൊളിച്ചു. അതെ എല്ലാം പൊളിച്ച് ഇനി മൊത്തം അടിപൊളിയാക്കി അകത്ത് പെയിൻ്റൊക്കെ അടിച്ച് പെയിൻ്റ് അടിച്ച് ചൂട് കയറത്തില്ലാത്ത രീതിയിൽ അകത്തെല്ലാം ഇതൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ ഇത് ഇവിടെയൊക്കെ ശേലം വെൽഡിങ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് തന്നെയല്ലേ മൽഗാർഡൊക്കെ ലെവൽ ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്യണം. പിന്നെ ബമ്പറിന് നല്ലൊരു ചളുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം നൂർക്കണം. ഡോറൊക്കെ ഇത് ഇവിടെ അഴിച്ചിട്ടേക്കണം, എല്ലാം പീസാക്കി. അപ്പം ക്യാബിൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ. അതെ, ബാക്കി ക്യാബിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഓടി നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. പിന്നെ AC കയറ്റണം. അത് കഴിഞ്ഞ് പിന്നെ AC കയറ്റാൻ വേണ്ടി കൊണ്ടുപോകണം. മീറ്റർ ബോർഡെല്ലാം അഴിച്ചു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ എല്ലാം അഴിച്ചു. സ്റ്റിയറിംഗ് എല്ലാം നല്ല സ്റ്റിയറിംഗ് ഒരെണ്ണമല്ലോ, സ്റ്റിയറിംഗ് അഴിച്ചു. ഇതൊക്കെ അടച്ചു വിടണം. ഹോളുകളെല്ലാം അതല്ല ആ തട്ട് ഇവിടെ ഇല്ലേ, ഇവിടെ സീറ്റിന്റെ ഫിറ്റിംഗ് അത് അടയ്ക്കാൻ ഒരു മുണ്ട പീസ് വരും. അതിന്റെ മുകളിലാണ് എന്റെ റാക്ക് ഇരിക്കുന്നത്. അപ്പൊ ആ ഹോളം കടഞ്ഞു. അല്ലാതെ വേറെ കുറെ ഹോളുകളുണ്ട് ഫ്ലോറിൽ ഒട്ടിക്കുന്ന ഹീറ്റ് റെസിസ്റ്റന്റ്. ശരിക്കും ഈ പറഞ്ഞ പോലെ കാറുകളിലൊക്കെ ഈ സൗണ്ട് പ്രൂഫ് ചെയ്യണതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഉപയോഗിക്കണത്. പക്ഷേ ഇത് ഇപ്പൊ നമ്മൾ ലോറിയിൽ ഒട്ടിച്ചപ്പോൾ അത്രയും നല്ല രീതിയിൽ ഹീറ്റ് ഇപ്പൊ ഈ പറഞ്ഞ താഴത്തെ എഞ്ചിൻ ഇവിടെ തന്നെ ഇരിക്കണം. ഇതിൽ നിന്നുള്ള ഹീറ്റ് ശരിക്കും ഇത് നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചപ്പോൾ നല്ലോണം അബ്സോർവ് ചെയ്യും. അപ്പൊ അതും ഒരു ഗുണമാണ്. ഇതും സൗണ്ട് ഡാമ്പനിങ് ഷീറ്റ് ആണ്, പക്ഷെ ഇതും ഒരു നല്ലൊരു പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ്. ശരിക്കും പുറത്തുള്ള സൗണ്ടും കുറയും, അതുപോലെ തന്നെ എഞ്ചിൻ സൗണ്ടും കുറയും, ചൂട് പഠിക്കൽ ഹീറ്റ് ശരിക്കും മാറി. കാരണം നമ്മുടെ വണ്ടിയിൽ ഭയങ്കര അത്
വ്യത്യാസം നമുക്കത് മനസ്സിലായി. അതുപോലെ ഇതിപ്പോ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിപ്പോ ഇങ്ങനെ പള്ളയല്ലേ, ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി ഈ ഒരു സൗണ്ട് ഉണ്ടാവുകയല്ല. അക്വസ്റ്റിക് ഒക്കെ ചെയ്യില്ലേ, അതായത് നമ്മുടെ ഈ മറ്റേ തിയേറ്ററൊക്കെ അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് റാമ്പിംഗ് ഷീറ്റ്. ഇപ്പൊ ഇതിൽ തന്നെ ഒത്തിരി ബ്രാൻഡ് ഉണ്ട്, ഇതിലും വില കൂടി ഷീറ്റ് ഉണ്ട്, ഭയങ്കര ടോപ്പ് ബ്രാൻഡ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ചിലരൊക്കെ ഈ 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും വണ്ടിയിൽ ഓഡിയോ സിസ്റ്റം ചെയ്യും. അത് വേറൊരു ടൈപ്പ് ഓഫ് അട്ടം. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഒട്ടിക്കണ ഷീറ്റിന് തന്നെ ഒരു 10,000-2,000 രൂപ വിലയുള്ള ഷീറ്റൊക്കെ ആയിരിക്കും. നമുക്ക് അത്ര അതിന്റെ ആവശ്യമില്ല. പാച്ച് വർക്കിന്റെ കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് 2 കൊട്ട് പ്രൈമർ അടിക്കണം. പ്രൈമർ അടിച്ചതിന് ശേഷം ഇതിപ്പോ ഇങ്ങനെ ഒരു പ്ലെയിൻ ഷീറ്റാണ്. അപ്പൊ നമ്മുടെ ഈ സർഫസസ് പല സ്ഥലത്തും ഇങ്ങനെ പോകാനായിരിക്കും. അപ്പൊ അത് ഓരോ പോർഷൻ നമ്മൾ വെട്ടിയിട്ട് പക്കയാക്കി ഇത് ഹീറ്റ് ചെയ്തിട്ട് ഒട്ടിക്കണം. ചൂടാക്കി ഒട്ടിക്കുന്നത് ശരിക്കും ഹീറ്റ് ചെയ്യാണ്ട് ശരിക്കും ഒട്ടൂല, അത് ചുമ്മാ ഇരിക്കുള്ളൂ. ഹീറ്റ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് നല്ല ഫിക്സ് ആയിരിക്കും. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ആ വണ്ടിയുടെ ബോഡി ലൈനിൽ തന്നെ അത് അങ്ങനെ ഒട്ടിക്കാൻ പറ്റും. അവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പം ഇവൻ്റെ അമ്മയെ മാത്രമേ പരിചയപ്പെടാൻ പറ്റുള്ളൂ, പപ്പായെ പരിചയപ്പെടാൻ പറ്റിയില്ല. അപ്പം പേര് ബാബ്സ്. ബാബ്സ് അല്ല, ബാബു എന്നാണ്. അതെ, എബിന് അത് ബാബ്സ് എന്നാക്കി. അപ്പം ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം റിട്ടയർ ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുക അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി എവിൻ്റെ കുറച്ച് പരിവാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ പേരനാ സൂരജ്, ബിൻഡോ, അനിരുദ്ധ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ്. നമുക്ക് ഈ വണ്ടി കൂടെ ലോഡായിരുന്നെങ്കിൽ ഇത് ഒന്നിച്ച് പോകായിരുന്നു. ഇത് ലോഡായില്ലല്ലേ? ആയില്ല. ഇതുകൂടെ നമ്മുടെ ഒരു വണ്ടിയും കൂടി ഇവിടെ കിടപ്പുണ്ട്. അതുകൂടെ ലോഡായിരുന്നെങ്കിൽ അവിടെ കൂട്ടി ഒരുമിച്ച് പോയായിരുന്നു. സാരമില്ല, വേറെ വണ്ടികൾ വഴി കിട്ടും. പോയേക്കാം. പോയേക്കാം. ആരാ എടുക്കുന്നത് ഇപ്രാവശ്യം? കോ ഡ്രൈവർ ഇല്ല, മെയിൻ ഡ്രൈവർ മാത്രമേ. ഈ പ്രാവശ്യം വേറൊരു കാര്യമുണ്ട്, ക്യാമറമാന് 2 പണിയുണ്ട്. ക്യാമറമാൻ്റെ പണിയും ചെയ്യണം, കിളിയുടെ പണിയും ചെയ്യണം. ഇല്ല നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ഞാനും രാജേഷുമായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു ലോറി ട്രിപ്പായി ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പം ഈ ട്രിപ്പ് നമ്മുടെ രാജേഷ് സിംഗിൾ ഡ്രൈവറാണ്. സെക്കൻഡ് കോ ഡ്രൈവറെ ഇല്ലാതാ പോകുന്നത്. പിന്നെ ബോംബെക്ക് ആയതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. 1500 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. നിസ്സാരം. എങ്ങനെയുണ്ടോ ലോറിയെ കയറി ഇരുന്നിട്ട്? അടിപൊളിയാ. സാഹചര്യങ്ങൾ മടിയാണ്, അത് കാരണം പിന്നെ ഒരു ദിവസം പോവാം. അതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു സംഭവം. കാരണം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ടേ ഈ വണ്ടി ഫീൽഡും ആണല്ലോ താല്പര്യം. വണ്ടി ലോറിക്കാരായിട്ടുള്ള ആൾക്കാര് പരിചയപ്പെട്ടിട്ടുണ്ട്, പലരെയും കൂടെ പോണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അത് സാധിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങളായിട്ട് 10-20 ഇന്ന് നമുക്ക് ഓർമ്മ വെച്ചാലും തൊട്ട് വലിയ വണ്ടിയാ താല്പര്യം. പല്ലോടും കയറ്റുമോ, ഒന്ന് വണ്ടി കയറ്റാവോ, പ്രായം വെച്ചപ്പോ കൂടെ കൊണ്ടുപോവോ. അപ്പൊ ചോദിച്ചു. പക്ഷെ ഇന്നവരെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ നീ വാ നമുക്ക് പോവാം. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് വണ്ടിയില്ല, പക്ഷെ അവൻ എന്നെ കുറെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റാലിന്റെ പഴയ സാരഥി. അപ്പൊ പക്ഷെ വണ്ടിയിൽ അവനാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു RV ഓടിക്കാൻ തന്നു. പക്ഷെ അതിന് നമുക്കൊരു സമയമുണ്ട്. അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ, എത്രയോ വണ്ടിയുള്ള ഒരാൾക്കാരും അതും സെലിബ്രിറ്റീസിന്റെ കൂടെ പോകാൻ ഇപ്പഴായിരിക്കും ചിലപ്പോ ദൈവം അനുഗ്രഹിച്ച് ഇതായിരിക്കും അതിന്റെ സമയം. ഇത്രയും വർഷം കൊതിച്ചിട്ട് ഇപ്പോഴാണ് ഒരാള് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്. അതെ, ഈ എളിമ നല്ലതാ കേട്ടോ. അപ്പൊ നമ്മള് പെരുമ്പാവൂർ ടൗൺ എത്തി. തടി മാർക്കറ്റിലേക്ക് വന്നേക്കുന്ന വണ്ടികളാണ്. ഈ പെരുമ്പാവൂർ സിഗ്നൽ നമ്മൾ എപ്പോൾ വന്നാലും രാത്രി വന്നാൽ 2ാമത്തെ സിഗ്നലിലേ പാസ്സായി പോവുള്ളൂ. ഊറിയല്ലേ പതുക്കെയല്ലേ വരത്തുള്ളൂ. അതാ കാറൊക്കെയാണ് സ്പീഡ് വരാം. അതുകൊണ്ട് തന്നെയല്ലെന്നേ, കുറച്ച് സമയമേ ഉള്ളൂ, അതിനുള്ള വണ്ടികൾ കാണും. അതുപോലെ പുറകോട്ട്. അതെ, ഡീസൽ അടിച്ചിട്ട് പോയായിരുന്നു. താക്കോൽ എവിടെ ഇരിക്കുന്നേ? എന്നോടാണോ ചോദിക്കുന്നത്? നീ കിളിയെ ഇറക്കി വിടുന്നു. കിളി താക്കോൽ വേണ്ടി ടാങ്കി എവിടാന്ന് അറിയത്തില്ല. വിളിച്ച് ചോദിക്കണോ? അതെ, കാശ് വേണ്ട. കിളിയുടെ മെയിൻ പണിയായതുമാണിത്. ഇതേലെ നേരൻ്റെ ഇടയിൽ ഇതിനിടെ കല്ലൊക്കെ കയറി ഇരിക്കും, അതൊക്കെ കുത്തിക്കളയണം, തട്ടി നോക്കണം. ഇതൊക്കെയാണ് മെയിൻ പണി. പിന്നെ അത് കല്ല് കുത്തിക്കളയണം ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ പുറവും വന്ന. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, ഓരോ കല്ലുകൾ കുത്തി. അപ്പൊ ഞാൻ വണ്ടി മാറ്റി നീട്ടിട്ട് അതും കുത്തുവോ? എങ്ങനെ? ഇതിന്റെ അടിയിലുണ്ടെങ്കിൽ വണ്ടി മാറ്റി എടുത്ത് കളയണം, മൊത്തം കുത്തി കളയണം. അതായത് ടയറെ കല്ല് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ഓടി ചൂടാക്കി കഴിഞ്ഞാൽ പതുക്കെ വേറെ ആ കല്ല് തന്നെ വേറെ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ ഇത് ഭാഗത്തോട്ട് കയറി പോകും.
അപ്പൊ പിന്നെ പഞ്ചറാവാൻ പഞ്ചർ അതെ 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 നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൂടെ കൊണ്ടുപോകാൻ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. ആ അതെ, ബില്ലൊക്കെ മേടിച്ച് നേരെ ആ വണ്ടിയിലോട്ട് കയറാൻ പോകണോ? ടാങ്കി അടയ്ക്കും, ആരെങ്കിലും വന്ന് അടയ്ക്കുമോ? പിന്നെ ഈ വണ്ടിയിൽ പോയിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് എല്ലാം മറന്നുപോയി. കാറാണെങ്കിൽ ഡീസൽ അടിക്കുന്നവരെ അടച്ച് കൂട്ടി താക്കോലൊക്കെ തരും. ലോറിയാ. ഇതേ വേറൊരു കാര്യമുണ്ട്, കണക്കൂടെ എഴുതണം. ബുക്ക് വല്ലതും ഇരിപ്പുണ്ടോ? ബുക്കോ പേനയോ വല്ലതും ഉണ്ടോ? ബുക്കോ ഉണ്ടോന്നൊക്കെ അറിയത്തില്ല, നോക്കണം. കണക്കൊക്കെ എഴുതണ്ടേ? ആ ഡീസലിന്റെയും കിലോമീറ്ററും ഒക്കെ എഴുതണം. അല്ല അവിടെ കിലോമീറ്റർ ഇല്ലെന്നും പറഞ്ഞ് ഞാൻ തെറി വിളിക്കുന്നത്. ഇനിയിപ്പോ എന്നെ തെറി വിളിക്കും അവിടെ ചെല്ലും. ഇപ്പോഴേ ചേട്ടൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. പേരെന്നാ ചേട്ടാ? ദിനേശ്. ദിനേശ്. ആ അപ്പം എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ ഇവിടെ വണ്ടി ഓടിക്കാൻ എനിക്ക് വണ്ടി ഉണ്ടായ വണ്ടി വിറ്റ് ആ ശരി. ഇപ്പൊ ഈ കമ്പനിയിലാണ് കൂടുന്നത്. ആ അപ്പൊ നിങ്ങളുടെ വണ്ടികൾ വരും, ആ ലോൺ കൊണ്ട് വരാറുണ്ട്. ആ ജോബിനറിയും, ആ. ജോബിയായിട്ട് വരുന്ന കമ്പനിയാ. ആ ആ ജോബി എപ്പോഴും വരാറുണ്ട് ഇവിടെ. ആ ശരി. അപ്പം ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് വണ്ടി കണ്ടോണ്ട് തിരിച്ചു ആ വന്നാ? വണ്ടി കൊണ്ട് തിരിച്ചു വന്നാ ഞാൻ ചേച്ചിയായിരിക്കും തോന്നാ. പക്ഷെ മെയിൻ ഡ്രൈവർ ഇല്ലാതെ പോയി. ഡ്രൈവറില്ല. അതെ, ഇപ്രാവശ്യം ഈ ട്രിപ്പ് മെയിൻ ഡ്രൈവർ ഞാനാ. പിള്ളേരൊക്കെ കാണാറുണ്ട്. ആ പിന്നെ ചേട്ടന്റെ കൊച്ച് ആ കൊച്ച് ആ കുഞ്ഞിക്കിളി. 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 ഇപ്പൊ ശരി, എന്താ സന്തോഷം. ഓക്കെ. അപ്പൊ ഈ ട്രിപ്പ് നമ്മുടെ കൂടെ നമ്മുടെ 1-2 വണ്ടികളും കൂടെ ഉണ്ട്. അപ്പൊ അത് ലോഡ് കയറ്റി പോന്നോ? ഒരു വണ്ടി പുറകെ വരുന്നുണ്ട്, ആ ഒരു വണ്ടി ലോഡ് കയറ്റി പോയിട്ടുണ്ട്, ഒരു വണ്ടി കയറ്റുന്നേ ഉള്ളൂ. ഒരു വണ്ടി മുന്നേ പോയോ? മുന്നേ അത് എവിടാ നേരത്തില് വിളിച്ചാലേ അറിയത്തുള്ളൂ. ആ അവർ മുന്നിലായിരിക്കും. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? സമയം ബീഫ് പപ്പാസ്, 11:30 കഴിച്ചേക്കാൻ വിശക്കുന്നുണ്ട്. പൊറോട്ട, ആ അത് പൊറോട്ട ഉള്ള കട തന്നെയാണല്ലോ ഇവൻ പറഞ്ഞ് നിർത്താൻ. വൈബ്സ്, അപ്പൊ അതൊക്കെയാലും ഇനിയിപ്പം വല്ലതും കഴിച്ചിട്ട് പോവാം. ചിക്കൻ പൊറോട്ടയും ചിക്കൻ ചെട്ടിനാടും. അപ്പോൾ ഒരു ചിക്കൻ ചെട്ടിനാടേ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ. പിന്നെ ഒരു ചപ്പാത്തി. ഇപ്പോൾ രാജേഷ് പിന്നെ പൊറോട്ട മേടിച്ചോണ്ട് ഞാനും ഒരു പൊറോട്ട മേടിച്ചു. ഒരു പൊറോട്ട ഒതുക്കണോ? അല്ല, അവൻ 2 പൊറോട്ട, ഞാനും ഒരു പൊറോട്ട. അപ്പോൾ അതെ, ഫുഡൊക്കെ കഴിച്ചു. വരുന്നുണ്ടോ? പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഇല്ല, വയ്യ. അടുത്ത പ്രാവശ്യം എന്തായാലും ആ പോണം. നീ എന്തായാലും വന്നിരിക്കും. ആ അപ്പോൾ എന്നാ വിട്ടോ, രാത്രി യാത്രയില്ല. ആ സമയം 12 മണിയായി. ഓക്കെ, ആ ഓക്കെ, പോയേക്കാം. പോയിക്കാം എടുത്തോ. ആ ഇതേ നമ്മുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ. അവരെന്നാ പുറകെ ഫുഡ് കഴിക്കാൻ കയറിയായിരിക്കും. ആ പുറയിലെ ഹോട്ടൽ എവിടെയെങ്കിലും 56 ഇപ്പം എല്ലാവരും പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് ലോഡ് കയറ്റി വരികയല്ലേ. രാവിലെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാം. ഒന്നിച്ച് കാണാം. അതെ, ഇവരിപ്പം വരും. ഈ വണ്ടി ഇപ്പം തന്നെ വരും കൂടെ. ഇപ്പം നമ്മൾ അങ്കമാലി എത്തി. ലെഫ്റ്റിലേക്ക് എറണാകുളമാണ്, നമുക്ക് റൈറ്റിലേക്ക് തൃശ്ശൂർ വഴിയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അതെ, തൃശ്ശൂർ, കുന്നംകുളം, അതെ, കോഴിക്കോട്. കുന്നംകുളം, കുറ്റിപ്പുറം, എടപ്പാൾ, കുറ്റിപ്പുറം, കോഴിക്കോട്. കുറ്റിപ്പുറം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി വഴിയാണ് കോഴിക്കോട് വഴി. കോഴിക്കോട് വരെ. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈടെയെങ്കിലും പോയില്ല. അങ്ങോട്ടും വഴി കുറേ എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വഴിക്ക് ഞാനും പോയിട്ട് ഒത്തിരി നാളായി. ലോഡ് കയറ്റാൻ വരാഞ്ഞോണ്ടേ ഈ ട്രിപ്പ് ലോഡ് എന്നാന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതെ, ലോഡിങ്ങിൻ്റെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു വന്നോണ്ടേ അതെ അതെ വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇതുവരെ കയറ്റാത്ത പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇതുവരെ കയറ്റാത്ത ഒരു ലോഡാണ് നമ്മൾ ഈ പ്രാവശ്യം ഇട്ടിട്ടില്ലാത്ത ഒരു ലോഡാണ് ഈ പ്രാവശ്യം കയറ്റിയേക്കുന്നത്. വേറൊന്നുമല്ല, റബ്ബറിൻ്റെ പലകയാണ് ലോഡ്. പാക്കിംഗ് കേസ്. അതെ, പണ്ട് ഒരുപാട് പാക്കിംഗ് കേസ് ഇവിടുന്ന് നമ്മൾ ലോഡ് കയറി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അത്രയൊന്നും ഇല്ല, ഒരുപാട് കുറഞ്ഞു. സ്ഥിരം അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ വണ്ടി ഉണ്ടായിരുന്ന കാലത്തൊക്കെ പാക്കിംഗ് കേസ് തന്നെയാണ് സ്ഥിരം ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ പൈനാപ്പിളും. പക്ഷേ പാക്കിംഗ് കേസ് ആയിരുന്നു കൂടുതലും. നമ്മൾ കൂടുതലും പാക്കിംഗ് കേസ് തന്നെ ഓടിക്കൊണ്ടിരുന്നത്. അതെ, ഇപ്പം ലോഡുകൾ ഒരുപാട് കുറഞ്ഞു. അതേപോലെ തന്നെ ഈ ട്രിപ്പ് നമ്മുടെ വേറെ ഒരു 3 വണ്ടിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 4 വണ്ടിയാണ് ഒരുമിച്ച് പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നൊക്കെ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോഴേ വഴിയിലൊന്നും ഒരു തിരക്കുമില്ല. ലോഡുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ലോറികളൊന്നും കാണാനില്ല, വളരെ കുറവാണ്. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ലോഡ് കയറി വരുന്ന ഒരുപാട് വണ്ടികൾ നമ്മൾ കാണുന്നതാണ്. റോഡിൽ ഒരുവിധം തിരക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ വളരെ കുറവായിരുന്നു. ഇവരൊക്കെ കിടന്ന് ഉറങ്ങുന്ന വണ്ടിക്കാരാണ് കേട്ടോ. സമയം 12 മണി കഴിഞ്ഞല്ലേ. ഇതൊക്കെ മിക്കവാറും സിംഗിൾ ഡ്രൈവർമാരായിരിക്കും. ഉറങ്ങുന്ന വണ്ടിയിലോട്ട് അധികം നോക്കണ്ട. ഉറക്കം വരും അല്ലേ? ഉറക്കം വരും. അതെ, ഉറങ്ങാനൊരു കൊതി തോന്നും. അത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്ന നമ്മുടെ എല്ലാപ്പൂര് ധാർവാഡ് സൈഡിൽ കൂടെ രാത്രി കാലങ്ങളിൽ വരുമ്പോഴാണ്. എന്നുവെച്ചാൽ ഒന്ന് നല്ല തണുപ്പാ. ഈ വണ്ടിക്ക് നിർത്തിയിട്ട് കിടന്നുറങ്ങുക എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ കൊതി വരും. അത് നമ്മളാണെങ്കിൽ ചിലപ്പം കിടന്നുറങ്ങി കഴിഞ്ഞാൽ താമസിക്കുമല്ലോ, നമുക്ക് സമയം പോകും. നമുക്ക് ചിലപ്പം പോകേണ്ടതായിരിക്കും, നിർത്തി കിടന്നുറങ്ങാനുള്ള സമയം കാണത്തില്ല.
അന്നേരം എന്നോ കൊതിയാന്നത് കാണുമ്പോൾ ഇതുപോലെ നിർത്തിയിട്ട് അടുത്ത ട്രിപ്പ് വരുമ്പോഴായിട്ട് ഇതുപോലെ നിർത്തിയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുന്നു. ആർക്കും വണ്ടിക്കാരിങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ. അതെ, അത് നമ്മൾ അന്ന് ആ കാലത്തൊക്കെ ഓടുമ്പോഴേ ഇപ്പൊ ഒരു ദിവസം കിടന്ന് ഉറങ്ങിയ ഒരു ദിവസം പോവല്ലേ, അതിന് മുമ്പ് കൊണ്ട് ഇറക്കി അടുത്ത ലോഡ് എടുത്ത് അടുത്ത ട്രിപ്പ് പോകാമല്ലോ. അതുകൊണ്ട് അങ്ങനെ നിർത്താതെ ഇങ്ങനെ പോരുമല്ലേ. ധാർവാഡ് സൈഡൊക്കെ രാത്രിയില് തണുപ്പുണ്ട്, പിന്നെ ചെറിയ കാറ്റുണ്ട്. അതെ, നല്ല സുഖ കിടന്നുറങ്ങാൻ നല്ല അടിപൊളിയാ. അതെ, കൊതുകും ഒന്നുമില്ല, നല്ല ഇതാ. പിന്നെ നമുക്ക് അതിന്റെ വിഷയമില്ല, AC വണ്ടി ആയതുകൊണ്ട് കൊതുകിനെ പേടിക്കണ്ട. അന്നത്തെ കാലത്തൊക്കെ എവിടെയെങ്കിലും നിർത്തുന്നിടത്ത് എന്തെല്ലാം നോക്കണം. ഒന്ന് വണ്ടിയുടെ ചൂട്, പിന്നെ കൊതുക്. നിർത്തിയിട്ട വണ്ടിക്കകത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ ആ തിരക്കൊക്കെ അങ്ങ് മാറി, വഴി നന്നാക്കിയോണ്ട് വണ്ടികളൊന്നും വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ വണ്ടികളും കുറേ കേട്ടോ ഇന്ന്. അതെ, അന്ന് ലഡാക്കിന് പോയിട്ട് വന്നപ്പം എത്ര മണിക്കൂറാണ്, 5-8 മണിക്കൂർ ഇവിടെ ബ്ലോക്ക് കിട്ടിയതാണ്. അത് ഓരോ സമയത്ത് അങ്ങനെയാണ്. അതെ, ശരിക്കും നമ്മൾ 20 വർഷം മുമ്പ് പൊക്കോണ്ടിരുന്നത് വെച്ച് നോക്കുമ്പം ഇന്ന് എന്ത് വ്യത്യാസമായി അല്ലേ. ഒരുപാട് വ്യത്യാസങ്ങളായില്ലേ. അന്ന് ഈ വഴി തന്നെ ഡബിൾ ലൈനേ ഉള്ളൂ, ഇപ്പൊ 4 ലൈൻ ആയില്ലേ. ഇപ്പൊ 4 ലൈൻ ആയി. പിന്നെ അന്ന് ടോൾ ഇല്ലായിരുന്നു, ഇപ്പൊ ടോളുണ്ട്. അതെ, പിന്നെ ഒത്തിരി വ്യത്യാസങ്ങള്. പിന്നെ ഇന്നത്തെ അത്രയും വണ്ടികളൊന്നില്ല, എങ്കിലും ഡബിൾ ലൈൻ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ 4 ലൈൻ ആയി കഴിഞ്ഞപ്പോ അതിനനുസരിച്ച് ഡബിൾ ലൈനിൽ അത്രയും ഓവർടേക്ക് ചെയ്യാനും ഒക്കെ പാടല്ലേ. അപ്പം വണ്ടികൾ തിരക്കുണ്ടായി. നമ്മള് കോലാപ്പൂരിൽ നിന്ന് പോകുമ്പോ ഓർക്കുന്നുണ്ടോ എന്നാ തിരക്കായിരുന്നു. അപ്പൊ അതെല്ലാം ആ വഴിയെല്ലാം 4 ലൈൻ 6 ലൈൻ ഒക്കെ ആയല്ലേ. പിന്നെ അന്ന് ഇന്നത്തെ അത്രയും വലിയ വണ്ടികളില്ല. 6 വീൽ വണ്ടി അല്ലെ 10 വീൽ വണ്ടിയൊക്കെ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതിൽ വലിയൊരു വണ്ടികളില്ല, കൂടുതലും 6 വീൽ വണ്ടികളായിരുന്നു. ഇപ്പൊ 10 വീലും കഴിഞ്ഞ് 12 കഴിഞ്ഞ് 14 കഴിഞ്ഞ് ഇപ്പൊ 16 വീലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വണ്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എല്ലാ വണ്ടികൾക്കും. പിന്നെ മെയിനായിട്ട് പവർ സ്റ്റിയറിംഗ് വന്നു, AC വന്നു, സിംഗിൾ ക്ലച്ച്. അതെ, അത് നമ്മൾ 2003 എടുത്ത വണ്ടിക്ക് സിംഗിൾ ക്ലച്ച് ഡബിൾ ക്ലച്ച് ആയിരുന്നു വണ്ടി. സിംഗിൾ ക്ലച്ച് വന്നു. പിന്നെ റേഡിയൽ ടയർ വന്നു, ഇപ്പൊ ട്യൂബ്ലെസ് ആയി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ശരിക്കും പവർ സ്റ്റിയറിംഗ് 2004 തൊട്ടാണ് പവർ സ്റ്റിയറിംഗ് ഇറങ്ങുന്നത്. പവർ സ്റ്റിയറിംഗ് വന്നതും AC വന്നതും വലിയൊരു മാറ്റമാണ് ഈ ലോറി ഫീൽഡിൽ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് ഒരുപാട് കുറഞ്ഞു. അപ്പോൾ 2003 നമ്മളെടുത്ത വണ്ടി KL5P 4563, 2004 KL5 R 4131 പവർ സ്റ്റിയറിംഗ് അല്ലായിരുന്നു. 2005 ആദ്യം എടുത്ത KL5T 63, ആ വണ്ടി തൊട്ടാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് വണ്ടി ഉള്ളത്. പവർ സ്റ്റിയറിംഗ് വണ്ടി കമ്പനി വരുന്നത് എടുത്തത്. പക്ഷെ നമ്മൾ ആദ്യത്തെ 2 വണ്ടി പവർ സ്റ്റിയറിംഗ് ആക്കിയായിരുന്നു. അത് കഴിഞ്ഞ് പവർ സ്റ്റിയറിംഗ് ഇറങ്ങാൻ തുടങ്ങിയപ്പം ആ ആദ്യത്തെ 2 വണ്ടിയും കൂടെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ആക്കി. തമിഴ്നാട്ടിൽ കൊണ്ട് ആൾട്ടർ ചെയ്തു. ആദ്യം പവർ സ്റ്റിയറിംഗ് വണ്ടി വന്നപ്പോൾ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ചിലർ അത് മാറ്റി മാനുവൽ സ്റ്റിയറിംഗ് ആക്കിയ ആൾക്കാരുണ്ട്. പവർ സ്റ്റിയറിംഗ് വണ്ടി ഓടിക്കാൻ പാടാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. ഓർക്കുന്നുണ്ടോ? ഇവിടെ പവർ സ്റ്റിയറിംഗ് വണ്ടി വേണ്ടെന്നും പറഞ്ഞ് വേറെ സാധാ സ്റ്റിയറിംഗ് വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്ന ആൾക്കാരുണ്ട്. അതെ, പിന്നെ പവർ സ്റ്റിയറിംഗ് വണ്ടി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പവർ സ്റ്റിയറിംഗ് വണ്ടിയിലേ പോകാൻ ഡ്രൈവർമാരുള്ളൂ. ആ ഒരവസ്ഥ വന്നു. AC വണ്ടികൾ വന്ന് പിന്നെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് 2015, 16 അതും എല്ലാ വണ്ടിയിലും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ വണ്ടികളിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ AC ഉള്ള വണ്ടിയിലെ ഡ്രൈവർമാരുള്ളൂ. അങ്ങനെ ആ ഒരു ഇതിലെത്തി. ആദ്യം ഓപ്ഷൻ ആയിരുന്നു AC നോൺ AC. അതെ, ഇപ്പൊ അങ്ങനെ ഇല്ല. അതെ, ഇപ്പൊ എല്ലാം പിന്നെ 2025 മുതൽ എല്ലാ വണ്ടികൾക്കും AC നിർബന്ധമാക്കുകയും ചെയ്തല്ലോ. 2004 നമ്മളാ ആഗ്രയ്ക്ക് പോയതാണ് ഓർക്കുന്നത്, ഇട്ടാവയ്ക്ക്. ഇട്ടാവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ ഇടിഞ്ചക്ക കയറ്റി പോയില്ലേ. അത് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, മധ്യപ്രദേശിലൊന്നും അന്ന് വഴിയെന്ന് പറയുന്ന സാധനമില്ല. അതെ, നാഷണൽ ഹൈവേയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1000 രൂപ ടയർ ഇറങ്ങിപ്പോകുന്ന സൈസ് കുഴികളാണ്. അതിങ്ങനെ കിണർ പോലെ കുഴിച്ചിട്ടേക്കുന്ന പോലെ റൗണ്ട്. അതിനകത്തൂടെ ഫസ്റ്റിലും സെക്കൻഡിലും അല്ലാതെ നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടത്തില്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഇന്ന് അത് പോയിട്ട് അതിലേക്ക് പറന്നു പോവാം. ആ വഴിയൊക്കെ ഇപ്പം 4 ലൈനും 6 ലൈനും ഒക്കെ ആയി. അതെ, അന്ന് ഈ ചെറുവണ്ടിയല്ലേ കൂടുതലുള്ളൂ. എല്ലാ വണ്ടിയും എന്നിട്ട് ഈ 6 വീൽ വണ്ടിയിൽ ഓവർലോഡ് വണ്ടികളും എന്നിട്ട് പതുക്കെ പോവാ. കിലോമീറ്റർ ഓടിയെത്താൻ എന്ത് സമയം എടുക്കും. പിന്നെ പിരിവ്, ആർടിഒയുടെ പിരിവ്. സ്ഥിരം പോകുന്ന വണ്ടികൾക്കല്ലാതൊന്നും അതിലെ പോകാൻ കൂടെ പറ്റിയല്ല. കാർഡ് എടുക്കണം. അതാ പറഞ്ഞ ആർടിഒ കാർഡ് എന്ന് പറഞ്ഞാൽ മാസക്കാട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്
MB UP ഒക്കെ പോകണമെങ്കിൽ ഒരു ആർട്ടിയുടെ അവസാനം മാസക്കാരന് 3000 രൂപയും 4000 രൂപ 5000 രൂപ അന്നത്തെ കാലത്ത് കൊടുക്കണമായിരുന്നു. ആ ഒരു സെറ്റ് പെർമനന്റ് അന്ന് 5000 രൂപ 2004 അതെ. നാഷണൽ പെർമനന്റ് എടുക്കുമ്പം കൂട്ടിയെടുക്കുന്നതിന് ഓരോ സ്റ്റേറ്റിന് ടാക്സ് അടക്കണമായിരുന്നല്ലോ, അതിന് 5000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഓൾ ഇന്ത്യ പെർമിറ്റ് ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യ പെർമിറ്റിന് 16,500 രൂപ അടച്ചാൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലും പോകാം. പക്ഷേ അത് ബംഗാളിൽ വേറെ ടാക്സും കൂടെ അടയ്ക്കണം, അത് വേറൊരു കാര്യം. പക്ഷേ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ അങ്ങനെ. പണ്ട് നാഷണൽ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ 4 സ്റ്റേറ്റ് മിനിമം വേണം നാഷണൽ പെർമിറ്റിന്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ് കഴിഞ്ഞ് നമുക്ക് പോകേണ്ട ഏത് സ്റ്റേറ്റിന് വേണമെങ്കിലും അഡീഷണൽ പൈസ അടയ്ക്കണം. അപ്പം ഈ 4 സ്റ്റേറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരള വണ്ടിയാണെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുന്നത് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര. അപ്പോൾ ഇത്ര സ്റ്റേറ്റ് മതിയാവും. അപ്പം ഓരോ സ്റ്റേറ്റിനും ചില സ്റ്റേറ്റിന് 5000, ചില സ്റ്റേറ്റിന് 3000. അന്ന് മഹാരാഷ്ട്രയ്ക്ക് 5000 ആയിരുന്നു, കർണാടകയ്ക്കും തമിഴ്നാടിനും ഒക്കെ 3000 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് അങ്ങനെ അടയ്ക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് കൂടുതൽ സ്റ്റേറ്റുകൾ വേണമെങ്കിൽ അതിനും 5000 രൂപ വെച്ചും ചില സ്റ്റേറ്റിന് 3000, ചിലതിന് 5000 അങ്ങനെ എടുക്കണമായിരുന്നു. അന്നുള്ള വണ്ടികളിലേ ഏതൊക്കെ സ്റ്റേറ്റ് പെർമിറ്റ് ഉണ്ടെന്ന് 2 സൈഡിലും വണ്ടിയുടെ സൈഡ് ബോർഡിൽ എഴുതിയും വെക്കും. മോളിൽ നെയിം ബോർഡിന്റെ മുകളിൽ NB എന്ന് എഴുതിയിട്ട് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പിന്നെ ചിലർ ചുമ്മാ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് എന്നൊക്കെ ചുമ്മാ എഴുതി വെക്കുമായിരുന്നു. അന്നൊന്നും വഴിയില്ലായിരുന്നു, ടോളും ഇല്ലായിരുന്നു. വഴി റോഡ് ഭയങ്കര മോശമായിരുന്നു, അതുകൊണ്ട് ടോളും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ റോഡെല്ലാം നല്ലതായി, ടോളുമായി. ടോള് കൊടുത്താലും വണ്ടിക്ക് വലിയ അലച്ചിലും ഇല്ല, കുഴപ്പമില്ല, പെട്ടെന്ന് ഓടിയെത്തും. പിന്നെ ടയറൊന്നും മറ്റേന്ന് പറഞ്ഞാൽ വഴി മോശമായതുകൊണ്ട് കുഴിയിലൊക്കെ ചാടി ടയർ കല്ലടിച്ച് പോവുക ഒക്കെ, അതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നൈലോൺ ടയറല്ലേ ഉള്ളെന്ന്. റേഡിയൽ ടയർ വന്നതും ഒരുപാട് ഗുണമാണ്. എന്നാന്ന് വെച്ചാൽ ടയർ മൈലേജ് കൂടി, അങ്ങനെ നല്ല ഒരു റേഡിയലും ട്യൂബ്ലെസ്സും. അപ്പോൾ നമ്മളത് പാലിയക്കര ടോൾ പാസ്സായി. ഇവിടെ നിർത്തുകയാണെങ്കിൽ മറ്റേ വണ്ടി ചിലപ്പോൾ ഇപ്പം കുറേ ഉണ്ടായിരിക്കും. ഒരു വണ്ടി നമ്മൾ വഴി കണ്ടില്ലേ. ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചോ? ഇവിടെ അങ്ങ് നിർത്താൻ ഇടയില്ലല്ലോ. ഇവിടെ എപ്പോഴും വരുമ്പോൾ ഞാൻ അറിയാം. നമ്മളന്ന് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ കൂടെ കയറിയായിരുന്നു പോകുന്നത്. ഇവിടെ എങ്ങും ഒതുക്കാൻ സ്ഥലമില്ല, എന്നാൽ പിന്നെ പോയേക്കാം. അപ്പോൾ നമുക്ക് മംഗലാപുരം വഴിയാണ്, ഒരുപാട് കാലം കൂടിയാണ് മംഗലാപുരം വഴി പോകുന്നത്. വെച്ചാൽ കുറേ ട്രിപ്പായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിലാ തിരിയുന്ന മണ്ണത്തിൽ നിന്ന് തിരിയുന്നോ? മണ്ണത്തിൽ നിന്ന് തിരിഞ്ഞു പോവാം. പിന്നെ ഇപ്പം വണ്ടിയെ പോകുന്നവർക്കൊക്കെ എന്ത് സൗകര്യമാണ്. അന്നത്തെ കാലത്ത് കള്ളന്മാരെ പേടിക്കണം, ഗുണ്ടകളെ പേടിക്കണം, RTO പേടിക്കണം, പോലീസിനെ പേടിക്കണം. ചെല്ലുന്നിടത്തല്ല RTOയുടെ പിരിവ്, പോലീസിന്റെ പിരിവ്, ഗുണ്ടാ പിരിവ്. അതില്ലാതെ വണ്ടിക്കാരുടെ ശല്യം വേറെ. അതൊരു മെയിൻ കാര്യമാണ് പറയണ്ടത്. എന്നാന്നറിയോ, ഇന്ന് അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ ആണെങ്കിലും ആൾക്കാർ എന്ന് വെച്ചാൽ അന്നത്തെ ജനറേഷൻ മാറിയല്ലോ, അതുകൊണ്ട് തന്നെ വലിയ ശല്യമില്ല. ഇപ്പം കേരളത്തിലെ ഒരു വണ്ടി നേരെ വേറെ സ്റ്റേറ്റുകളിലേക്ക് ചെല്ലുമ്പം അവിടെ ഉള്ളവർക്ക് ഈ അതർ സ്റ്റേറ്റ് വണ്ടിക്കാരോട് ഭയങ്കര ശല്യമായിരുന്നു. ഒരു ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അവന് ശേലം സൈഡ് കൊടുക്കാൻ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയില്ല, പുറകുന്ന ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ താമസിച്ചാൽ വന്ന് നമ്മൾക്ക് ചേർത്ത് വെക്കുക, ഇല്ല ഗ്ലാസ് തല്ലി പൊട്ടിക്കുക. ഇനി ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഓട്ടോ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. നമ്മളത് ഓട്ടോയ്ക്ക് താൻ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവന് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളൊരു ഓട്ടോയെ കയറി സത്താറയിൽ നീ വരുമ്പം സൈഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോവാ, നമ്മൾ ഉള്ളിൽ കയറ്റി വരിക, നീ ഓടിച്ചിരുന്ന വണ്ടി. അപ്പം ഇഷ്ടംപോലെ വീതിയുണ്ട് വഴിക്ക്. ആ ഓട്ടോറിക്ഷയെ ഒന്ന് ഓട്ടോയ്ക്ക് ചെയ്ത് കയറിയുള്ളൂ. ആ വണ്ടിക്കാരൻ അതിലേ പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു ലോറിക്കാരനാണ്, എനിക്ക് ടാങ്കർ ആയിരുന്നു, ലോക്കൽ ടാങ്കറുകാരനാണെന്ന് തോന്നുന്നത്, ഓർക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയാണ്. അവൻ നേരെ തന്നെ ചെയ്തു, നേരെ അതിലേ നേരെ പോകാൻ വഴിയുണ്ട്, സ്ഥലമുണ്ട്. അവൻ വരുന്ന കണ്ടിട്ട് നമ്മള് കയറി വന്ന ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വണ്ടി MH വണ്ടി, മഹാരാഷ്ട്ര ബോഡി വണ്ടി, പുള്ളിയുടെ വണ്ടി അത് തന്നെ. എന്നിട്ട് നേരെ നമ്മുടെ അടുത്തോട്ട് നിന്നിട്ട് സൈഡിലൊരു വടി വെച്ച് വെക്കും എല്ലാവരും. ഈ വടി എടുത്തിട്ട് ഗ്ലാസിൻ്റെ ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു. റൈറ്റ് സൈഡിലെ 2 ഗ്ലാസ് ആണല്ലോ ഒന്ന്, ആ റൈറ്റ് സൈഡിലെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. എന്തേരെ കാര്യങ്ങൾ. അപ്പൊ അതായിരുന്നു ഏറ്റവും വലിയൊരു നമ്മള് ഈ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, വണ്ടിക്കാരുടെ ശല്യം. ഒത്തുപോലെ പേടിച്ച് വേണം പോകാൻ. അപ്പൊ അന്നത്തെ കാലം വെച്ച് ഇന്നൊന്നും അത്രയും പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളില്ല, കള്ളന്മാരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വളരെ കുറവ്. നമ്മൾ മര്യാദയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് ഒരു പ്രശ്നവും. അത് തന്നെയല്ല, വെളിയിലുള്ളവർക്കാണേലും അന്നത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ഡ്രൈവർമാർ. അതനുസരിച്ച് എല്ലാവരും ഒരു ഡ്രൈവർമാരല്ല വണ്ടിക്കാരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ കുറേ ഉണ്ട്. ഒരുപാട് വ്യത്യാസമായി. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ
ഈ വണ്ടിക്കാരുടെ ശല്യം കൂടെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരുന്നു കാണുന്നത് അതർ സ്റ്റേറ്റ് വണ്ടികൾ. അതന്നെയല്ലേ നമ്മള് കയറി ചെന്ന ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ നേരെ ഇങ്ങോട്ട് വെക്കും. നേരെ ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് പേടിപ്പിക്കുക, ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. അതുമല്ല ഇനി ഒന്നുമല്ലേലും നമ്മളെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് തട്ടിയാലും എന്തെല്ലാം അതിപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് മാറി. ഇനി കുറച്ച് നാളും മുന്നോട്ട് ചെല്ലുമ്പം ഇതിലും വ്യത്യാസം ഉണ്ടാവും. വഴി എല്ലാം നല്ല ഇത് തന്നെ. ഒത്തിരി ഈ അലമ്പും പേടിയും ഈ 4 ലൈൻ ആയപ്പോൾ തന്നെ കള്ളന്മാരുടെ ശല്യം കുറേ കുറഞ്ഞു. എന്താ വെച്ചാൽ ഈ വണ്ടികളെല്ലാം നല്ല സ്പീഡിൽ ഓടിപ്പോകുമല്ലോ ഹൈവേയിൽ, അതൊന്ന്. പിന്നെ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് വണ്ടി വരുന്നതിൻ്റെയും പ്രശ്നങ്ങൾ മാറി. അങ്ങനെ അതുകൊണ്ട് കുറേ ആശ്വാസമുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ. പിന്നെ അന്ന് നമ്മൾ ഈ ലോഡ റബ്ബർ പലയെ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ രാമനാട്ടുകര തൊട്ട് ഫോറസ്റ്റ് കോസ്റ്റ് കയറണം. അതെ അതെ, ഫോറസ്റ്റ് തന്നെയോ? സെയിൽ ടാക്സ്, സെയിൽ ടാക്സ്, ആർടിഒ ചെക്ക് പോസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഫോറസ്റ്റിൽ ഏറ്റവും ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം കേരളത്തില് രാമനാട്ടുകരയും മാവുങ്കാലും മഞ്ചേശ്വരവും 3 ചെക്ക് പോസ്റ്റ്. അവിടെ എല്ലാം ഈ ബില്ല് കാണിച്ച് സീൽ ചെയ്ത് അവിടെ എൻട്രി ചെയ്ത് സീൽ ചെയ്ത് വേണമായിരുന്നു പോകാൻ. കർണാടകയിലെ എണ്ണം പറയാൻ പറ്റത്തില്ല. കർണാടകയിൽ എനിക്കറിയാം 14 എണ്ണം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഈ 3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടക പാസ് മാറണം. കേരളത്തിലെ പാസ് കർണാടക ചേഞ്ച് ചെയ്ത് വേണം പോകാൻ, ഫോറസ്റ്റിന്റെ. അത് തലപ്പാടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൊട്ടായക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടുന്ന് നമ്മൾ പാസ് മാറണം. പിന്നെ 14 ചെക്ക് പോസ്റ്റ് ഇടയ്ക്ക് സീൽ വെക്കേണ്ടത്. പിന്നെ നിപ്പാനി അവിടെ ചെല്ലുമ്പം കാകലിൽ മഹാരാഷ്ട്ര പാസ് മാറണം. അപ്പം ഈ 14 കർണാടകയിൽ 5 രൂപ വെച്ച് കൊടുക്കേണ്ട ചെക്ക് പോസ്റ്റ് ആയിരുന്നു. പിന്നെ പാസ് മാറുന്നിടത്തു അങ്ങനെ 15 ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് സീല് വെക്കാൻ വിട്ടുപോയാൽ അടുത്തടുത്ത് പിടിക്കും. അത് വലിയ വിഷയമാണ്. പിന്നെ ഒന്നെങ്കിൽ ചിലപ്പോൾ പുറകോട്ട് വേറെ വണ്ടിക്ക് കയറി പണ്ട് അങ്ങനെ ഒന്നും അവർ സീൽ വെച്ച് തരികയില്ല. ഏത് വണ്ടി കാണാതെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സ്ഥിരം വരുന്നവരല്ലാതെ ഡ്രൈവർമാരെ കൊണ്ട് പുതിയ ആളെ കൊണ്ട് പോയാൽ നമുക്ക് ഉറക്കം നടക്കുകയില്ല. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ചെക്ക് പോസ്റ്റുകളിലെല്ലാം സീൽ വെക്കുന്നിടത്ത് 5 രൂപ വെച്ച് പടി കൊടുക്കണം. അപ്പോൾ ഈ മിക്കവാറും നമ്മൾ കേരളത്തിൽ നിന്ന് പോയി വൈകുന്നേരമൊക്കെ ആയിരിക്കും മംഗലാപുരം ചെല്ലുന്നത്, രാത്രിക്കൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ഓടുന്നിടത്തെല്ലാം വെട്ടമൊന്നും ഇല്ല. ഒരു ചെക്ക് പോസ്റ്റ് ചെറിയൊരു വെട്ടം, ഒരു മണ്ണെണ്ണ വിളക്ക് പോലെ ചെറിയൊരു വെട്ടമേ കാണുള്ളൂ. അപ്പോൾ ഇത് സ്ഥിരം പോകുന്നവർക്കേ ഈ ചെക്ക് പോസ്റ്റ് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ വിട്ടുപോകും. അപ്പോൾ അവിടെ നിർത്തി ബില്ലും കൊണ്ട് പോയി അവിടെ സീല് വെച്ച് എൻ്റർ ചെയ്ത് വേണം പോകാൻ. അപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ വരുമ്പോൾ ഈ ഉറക്കം വരികയല്ലോ കേട്ടോ. അടുത്ത ചെക്ക് പോസ്റ്റ് ഇങ്ങനെ നോക്കി പോലെ സ്ഥിരം വരുന്നവർക്കറിയാം. അത് തന്നെയല്ലോ, ഓരോ ഇറങ്ങി കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ ഉറക്കം പോകും. അതെ. പിന്നെ വഴി അന്നും ഡബിൾ ലൈൻ അല്ലേ ആ വഴിയെല്ലാം. ഡ്രൈവർമാരുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അതെ, ചെക്ക് പോസ്റ്റ് വെച്ചേക്കുന്നത്. പിന്നെ സെയിൽ ടാക്സി ചെക്ക് പോസ്റ്റുകളിലെ തിരക്ക്, അവിടെ ക്യൂ നിന്ന് എൻട്രി ചെയ്ത് ഒക്കെ, പിന്നെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് കൊടുത്ത്. ഇപ്പം GST വന്നത് തന്നെ വലിയൊരു ഭാഗ്യം. ഇതെല്ലാം കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് ചെല്ലുമ്പോഴാണ് അടുത്ത പരിപാടി ഒക്ട്രോയ് നാക്ക. എന്നാന്ന് വെച്ചാൽ ഈ സെയിൽ ടാക്സ് പോലെ തന്നെ ഒരു സംഭവമാണ്. അത് ടൗണിനകത്ത് ഇറക്കാൻ പോകേണ്ടതാണെങ്കിൽ അവിടെ ഒരു ടാക്സ് അടയ്ക്കണം. അത് ആ നാക്കയിൽ ചെക്ക് പോസ്റ്റിൽ പോയി കിടന്നിട്ട് അവിടുത്തെ ഒരു ടാക്സ് അടച്ചിട്ടേ ഈ സിറ്റിക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അത് പാർട്ടി അടയ്ക്കേണ്ടതാണ്, പക്ഷേ നമ്മൾ അവിടെ പോയി കിടന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കിടക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നേരെ ഹൈവേ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ എക്സ്കോട്ട് എന്ന് പറയും. എസ്കോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, വണ്ടി നമ്പർ പറയുക, എന്നാ ലോഡോ എവിടുന്ന് എങ്ങോട്ട് ബില്ല് കാണിച്ച് പറഞ്ഞു കഴിയുമ്പം അവിടുന്ന് ഒരു റെസിപ്റ്റ് വരും. അതിന് 40 രൂപയും 70 രൂപയൊക്കെ കൊടുക്കണം. അതും എടുക്കാതെ പോകാൻ പറ്റുകയില്ല. അതും എടുക്കാതെ പോയാൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. വേറെ ഒന്നുമല്ല, ഇവർ പിടിച്ച് കൈക്കൂലി മേടിക്കും. അതങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് ഭയങ്കര ഗുണ്ടായിസോ. നാക്കയിലും നാക്കയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഗുണ്ടായിസം നടക്കുന്ന ഒരു സ്ഥലം. അതെ, അതിനകത്ത് അറിയത്തില്ലാതെ വരുന്ന വണ്ടിക്കാരെന്ന് അറിയാം, എങ്കിലും വിടത്തില്ല. അതെ, അതൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ളവരെ പിടിക്കാൻ വേണ്ടി. അറിയത്തില്ലാത്തവനെയാണ് കിട്ടേണ്ടത്. എന്നിട്ട് എന്നാ 100 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ മേടിക്കും. അതെ. പിന്നെ അബദ്ധത്തിലെങ്ങാനും ഇതൊന്ന് വിട്ടുപോയെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിന് തീരുമാനമായി. അതെ. അപ്പൊ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമ്മൾ ഈ ചെക്ക് പോസ്റ്റിന് ആക്കെ എല്ലാം നോക്കി പോകണം. അവിടെ കയറാതെ പോകാനേ പാടില്ല. കയറാതെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇവർ പുറകെ വന്ന് പിടിക്കും, ഇടിയും കൊടുക്കും. 50 രൂപ കൊടുക്കേണ്ടിടത്ത് 5000 മേടിക്കുകയും ചെയ്യും. അതൊക്കെയായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്നൊക്കെ എന്ത് സുഖം. ഇത് ഇപ്പൊ ഓടുന്ന ഡ്രൈവർമാർക്കൊന്നും അറിയത്തില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. ഒരു തലവേദന ഇല്ല. ഇപ്പോഴാണ് RTO ചെക്ക് പോസ്റ്റുകളും കൂടെ ഇപ്പൊ ഈ വഴിയിലൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഉണ്ട്.
ബാക്കിയുള്ളിടത്തൊക്കെ ബോർഡർ ആർട്ട് ചെക്ക് പോസ്റ്റും എല്ലാം നിർത്തിയല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഖമായി. പിന്നെ GST വന്നതുകൊണ്ട് തന്നെ വന്ന ആ ഒരു സമയത്ത് തന്നെ ഒക്ട്രോയിനാക്കി എല്ലാം നിർത്തി. അത് ഈ മഹാരാഷ്ട്ര മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അയ്യോ, അത്രയും ഒരു കഷ്ടപ്പാടൊന്നും പറയണ്ട. അത് നിർത്തിയത് തന്നെ ഭയങ്കര ഒരു സുഖമായി വണ്ടിക്കാർക്ക്. സെയിൽ ടാക്സും സെയിൽ ടാക്സിനെക്കാട്ടിലും സെയിൽ ടാക്സ് പിന്നെ എങ്ങനെയായാലും ബോർഡറിലൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. പക്ഷെ ഈ നാക്ക എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഓടിക്കുന്നവർക്കേ ബുദ്ധിമുട്ടുള്ളൂ. മഹാരാഷ്ട്രയിലോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബോംബെയൊക്കെ കയറി പോകണേ ഒക്ട്രോയെ അടച്ച് വേണം കയറിപ്പോകാൻ. ആ ചെമ്പൂർ നാക്കയിലൊക്കെ ചെന്ന് നാക്കയിൽ ഇത് തൂക്കിയിട്ട് വേണം നമ്മൾ ബില്ല് കൊണ്ട് ഏജന്റിനെ കൊടുക്കാൻ. അതാ ഏറ്റവും ബുദ്ധിമുട്ട്. അത് വണ്ടിക്കാരിങ്ങനെ ലൈനായിട്ട് വന്നിട്ട് ആ 2-3 ലൈനായിട്ട് വരും. ലൈനെ വരികയാണ് എന്ത് എളുപ്പമുണ്ട്. അതെ, ഇത് 2, 3, 4, 5 ലൈൻ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നാകുക. ഒരു വേബ്രിഡ്ജ് കയറാൻ വേണ്ടിട്ടാ ഈ വരുന്നത്. അയ്യോ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുടെ സൈഡ് ഗ്ലാസ് എല്ലാം തട്ടിക്കളയുകയും പിന്നെ അടിയും ബഹളവും എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ബോംബെയിലൊക്കെ എല്ലാ നാക്കയിലൊന്നും എല്ലാ ഡ്രൈവർമാരൊന്നും പോകത്തേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രശ്നമുള്ള നാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ലോഡ് എടുക്കുമ്പോ ഏത് നാക്കാന്ന് ചോദിച്ചിട്ടേ ലോഡ് കയറ്റുള്ളൂ. ഞാനൊക്കെ എല്ലാ നാക്കയിലും പോകുമായിരുന്നു. അതൊരു വലിയൊരു എന്നാ പറയുന്നത്, ഭയങ്കര ഒരു പണിയാ. ആ മുള്ളൻ്റെ നാക്കയായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ള, ആരും പോകാത്ത നാക്കയായിരുന്നു. എന്നാ വെച്ചാൽ അവിടെ 2-3 കാര്യങ്ങളാ. അവിടുന്ന് പിന്നെ ടൗണിൽ കൂടെ വേണം പോകാൻ. പോലീസിന്റെ ഭയങ്കര ശല്യം, കള്ളന്മാര് എന്ന് വേണ്ട ഒന്നും പറയണ്ട. നമ്മൾ ആദ്യം ബോംബെക്ക് പോയി കള്ളം കയറി ഉറക്കുന്നുണ്ടോ? എന്ന് MH04C അക്കൗണ്ട് നക്കറായിട്ട്. അതെ, 5111 51 പേരെന്നാ നമ്മുടെ ആദ്യത്തെ മറ്റുവണ്ടിയായിരുന്നു. റോഡ് പോയിട്ട് കള്ളം കയറിയത്. അതേ പോയി കേരളം കയറിയാൽ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ക്യാബിന്റെ കൊണ്ട പെടുതാ പോകാതിരിക്കാനായിട്ട് കിടന്നിട്ട് ലിബർ എടുത്ത് പിടിച്ചോണ്ടിരുന്നത് അത് ഓർക്കുന്നില്ലേ? മറന്നുപോയി. അതെങ്ങനാ ചേട്ടായി വണ്ടിക്കകത്തും കിടന്ന് രാത്രിക്ക് നാക്കാൻ നമ്മള് ഗൈഡ് വിളിച്ചു പോയി. പക്ഷെ ഗൈഡ് നമ്മളെ കറക്റ്റ് സ്ഥലത്തല്ല കൊണ്ടുപോട്ടെ, കള്ളന്മാരുടെ സ്ഥലത്താ കൊണ്ടുപോട്ടെ. ഓർക്കുന്നുണ്ട്. അപ്പം ആ സ്ഥലം കറക്റ്റ് അല്ലെന്ന് നമുക്കും മനസ്സിലായി. പക്ഷെ നമുക്ക് ഈ സ്ഥലം അറിയത്തില്ല. അപ്പം ചേട്ടാ എന്നാ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞു നീ എന്നാ മോളിൽ കിടന്നോ, പടുതാ നോക്കണമല്ലോ, പടുതാ വേറെ കിടപ്പുണ്ട്, അപ്പൊ എന്നാ നീ മോളിൽ കിടന്നു, ചേട്ടാ അകത്തും കിടന്നു. അപ്പൊ ഞാന് മോളിൽ കയറി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, കിടന്ന് ഉറങ്ങിപ്പോയി. ശരിയാ, ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ടിക്കകത്ത് കിടന്നുറങ്ങുമ്പം, പക്ഷെ ഞാൻ ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് ഈ അങ്ങനെയുള്ളൊരു ഇവരെ ഈ ഗൈഡ് കൊണ്ട് നമ്മളെ വിട്ട സ്ഥലം കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. കള്ളന്മാരുടെ കേന്ദ്രമല്ലേ റോഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ എന്തോ ഇങ്ങനെ വണ്ടി ചെരിയുന്ന കുലുക്കുന്ന പോലെ തോന്നിയപ്പോ ഏറ്റു നോക്കുമ്പോ നീ നല്ല ഉറക്കമാ അവിടെ കിടന്ന്. ഒരുത്തൻ ഒരു പൈപ്പ് വണ്ടിയെ കിടന്ന് എടുത്തോണ്ട് ഇങ്ങനെ നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതെ, എന്നാ നമ്മളെ ടയർ അടിക്കാനായിട്ട് ലിവറയിൽ ഇടുന്ന പൈപ്പാ, അതെടുത്ത് കൈ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ നോക്കുമ്പോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു നീ എന്നാണെന്ന് വെച്ചോ. ഒച്ചയിട്ടപ്പോഴത്തേനും അവൻ നേരെ എന്നോട് ഇങ്ങോട്ട് ചൂടാവുക. എനിക്ക് വന്ന ലോഡായത് ഇവിടെ കള്ളന്മാരുള്ള, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്, അങ്ങനെ ഇങ്ങനെയാണ്. നേരെ പ്ലേറ്റ് തിരിച്ചു വിളി. കള്ളന്മാരെ അവനാ പൈപ്പ് എടുത്ത് ഓടിച്ചു വിട്ടെന്നും പറഞ്ഞാ പറഞ്ഞേ. പിന്നെ അവനെ പിടിച്ച് ഇറക്കി വിട്ടു. ഞാനെങ്ങാനും എഴുന്നേറ്റത് ചിലപ്പോ എനിക്കിട്ട് അടിയും കൂടെ കിട്ടി. കിട്ടി. അതിന് വേണ്ടിട്ട് ചിലപ്പോ തലക്കിട്ട് തന്നേച്ചേ പടുത എടുക്കാൻ വേണ്ടിട്ടാ മോളിൽ കിടക്കുന്നേ. അതുപോലെ കള്ളന്മാരുള്ള ഏരിയ. അപ്പൊ ആ ഗൈഡ് നമുക്കിട്ട് ചെറിയ പണി തന്നാ, പുതിയതായിട്ട് വരുന്നല്ലേ. അവിടെ കൊണ്ടുപോയിട്ട് ഇവൻ വിളിച്ചൂടെ പറഞ്ഞു കാണും കള്ളന്മാരോട്, വണ്ടി പറഞ്ഞ ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ്. അതൊക്കെ ആയിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട് അവിടെയൊക്കെ കള്ളന്മാരുണ്ട്, കുറെ എല്ലാം പോയി. പിന്നെ അവിടുത്തെ ചോപ്പട എല്ലാം കുറെ പൊളിച്ചല്ലോ. അതെ, അന്നീ പറഞ്ഞാൽ ബോംബെ പൂനെ നമ്മള് ഓടിക്കൊണ്ടിരുന്നേ. അതെ, വേറൊരു വഴിക്കും പോകുന്നില്ല. ബോംബെ പൂനെ മാത്രം. കോട്ടയത്ത് നിന്ന് ബോംബെ വരെയുള്ള ടയർ കടകളെല്ലാം നല്ല പരിചയമായിരുന്നു. അത്യാവശ്യം വർക്ക്ഷോപ്പുകളും. അതെ, എല്ലാ വർക്ക്ഷോപ്പുകളും പരിചയമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നും ഒന്നേ ടയർ പോവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് പണിയായിരിക്കും. അതുപോലെ ഒരു വണ്ടിയായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. ടയറൊക്കെ പഞ്ചറാകുമ്പോൾ ചിലപ്പോൾ 2 ഒരുമിച്ചാ പഞ്ചറാകുന്നത്. സൗണ്ട് കേൾക്കുമ്പോഴേ ജാക്കി എടുത്തോണ്ട് ഇറങ്ങി. ഒരെണ്ണം പഞ്ചറായ ചിലപ്പോ അടുത്തൂടെ പഞ്ചറായി പോകും. ഒരെണ്ണം പൊട്ടി കഴിയുമ്പോഴത്തേനും അടുത്ത അതേ ലോഡ് നിന്നാൽ ചിലപ്പോൾ അതുകൂടെ ഉടനെ പോകും. അയ്യോ, ടയറിന്റെ ഒക്കെ കണ്ടീഷൻ അത്രയൊക്കെ ഉണ്ടായിരുന്നു. ടയർ കടക്കാരതുകൊണ്ട് നല്ല സഹകരണമായിരുന്നു. പിന്നെ വഴിക്കുന്ന ടയറൊക്കെ മേടിച്ച് ഒക്കെ ആയിരുന്നു പോകുന്നത്. ടയറില്ലാതെ വഴി കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ടോ? പിന്നെ സിംഗിൾ ടയറിൽ വരെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, ബായിക്ക് പതുക്കെ അനക്കിയൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ പൂങ്കുന്നം. ആ ബിൽഡിങ്ങിൻ്റെ ആ മൂലയ്ക്കായിരുന്നു പണ്ടൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഈ സാധാരണ ഈ രാത്രി സമയത്തൊക്കെ അല്ലേ ഇവിടെ വരുന്നത്. അവിടെ നിർത്തി
കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് വണ്ടി ഗ്ലാസ് കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? രാത്രി ചുമ്മാ ഉറങ്ങിക്കുവോ, വെറുതെ കൊണ്ട് പൈപ്പിൻ ചോട്ട് നിർത്തിയിട്ട് ആ വണ്ടി കഴുകിയിട്ട് പോവാന്നും പറഞ്ഞില്ലായിരുന്നു. ആ അതാ ജോലിയോടെ ആത്മാർത്ഥത വേണം. അതെ അതെ അതെ. അടുത്ത വണ്ടി വന്നല്ലോ. ഇവരാകുമ്പോൾ അവിടെ കഴിക്കാൻ നിർത്തിയ ആൾക്കാരാണ്. അതെ, ഇറങ്ങി വരും. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഞാനൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ ഓടിച്ചോളാം. ചേട്ടാ കയറി കിടന്നോ? എന്നാ ഞാൻ കിടക്കാൻ പോവാ. അപ്പം ഉറക്കം വരുമ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേനും വിളിച്ചാൽ മതി. ഉറക്കം വരുമ്പോ രാവിലെ 6 മണിയാകുമ്പോ അല്ലേ? 6 മണി വരെ എങ്ങനെ പിടിച്ചു നിൽക്കും? അതെ, നോക്കാം. ഉറക്കം വരും. ഇടയ്ക്കൊക്കെ ചായ ഒക്കെ കുടിച്ച് അങ്ങ് പോവാം. അല്ല, ഉറക്കം വരികയാണെങ്കിൽ വിളിച്ചോ, കുഴപ്പമില്ല. ശാലം നേരം വാങ്ങിയാൽ മതി എനിക്ക്. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.